ഭരണത്തിൻ കീഴിലായിരുന്നു കേരളം. കള്ളവുമില്ല, ചതിയുമില്ല, മനുഷ്യരെല്ലാം ഒന്നുപോലെ സന്തോഷത്തോടെ ജീവിച്ച ഒരു പൊന്നോണക്കാലം. മഹാബലിയുടെ വളർച്ചയിൽ അസൂയ പൂണ്ട ദേവന്മാർ ആശങ്കാകുലരായി. ഭഗവാൻ വിഷ്ണുവിനോട് പരാതിയുമായി അവർ ചെന്നു. തുടർന്ന് കുടയും പിടിച്ച് ഒരു ചെറു വാമനന്റെ രൂപത്തിൽ ഭഗവാൻ മഹാബലിയുടെ സദസ്സിലേക്ക് നടന്നു വന്നു. 3 അടി മണ്ണ് യാചിക്കാൻ. അനുവാദം കിട്ടിയ ഉടനെ ആ കുഞ്ഞു വാമനൻ ത്രിവിക്രമനായി വളർന്നു പന്തലിച്ചു. ആദ്യത്തെ ചുവടുകൊണ്ട് ഭൂമിയും രണ്ടാമത്തെ ചുവടുകൊണ്ട് ആകാശവും അദ്ദേഹം അളന്നെടുത്തു. മൂന്നാമത്തെ അടി വയ്ക്കാൻ ഒരിടവുമില്ലാതെ വന്നപ്പോൾ വാക്ക് പാലിക്കാൻ വേണ്ടി മഹാബലി തന്റെ ശിരസ് നമസ്കരിച്ചു.